ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അച്ചാറുണ്ടാക്കാം. ഇരുമ്പാമ്പുളി അഥവാ പുളിഞ്ചിക്ക വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഈ അച്ചാർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ എണ്ണ കൂടുതലാണെന്ന് തോന്നും. അത് നമുക്ക് ഊറ്റി മാറ്റാവുന്ന എണ്ണയാണ്. കാരണം ഞാനിത് എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. ഇരുമ്പാമ്പുളി അച്ചാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉള്ള അച്ചാറാണ് നമ്മൾ ഉണക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ എണ്ണ കൂടുതൽ ചേർത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള പാത്രം, ഇപ്പോൾ ചീനച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും എടുക്കാം. അതിലേക്ക് നമുക്ക് ഏകദേശം 100 ml എണ്ണ ഒഴിച്ചു കൊടുക്കുക. 150 വരെ ആയാലും കുഴപ്പമില്ല. നമുക്ക് 100 ml എണ്ണ, നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കായം, അതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. കായപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ അത്ര നല്ല ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ കായം ഇതുപോലെ വറുത്ത് തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് കായത്തിൻ്റെ ശരിയായ രുചി നമ്മുടെ അച്ചാറിന് കിട്ടുക. പിന്നെ നന്നായി വറുത്ത് വരണം, പക്ഷെ കരിയാൻ പാടില്ല. നന്നായി പൊടിയണ പോലെ നമുക്ക് വറുത്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കായൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് അതങ്ങനെ പൊന്തി വരിക. പിന്നെ കായം നമ്മളിട്ട സൈസിനേക്കാളും കുറച്ചുകൂടെ വലുതാവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. പിന്നെ അച്ചാറിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഉലുവ. ഉലുവയും കായയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അച്ചാറിലുണ്ടാവുക. പിന്നെ ചിലർ കടുക് പൊടിച്ച് ചേർക്കും, അല്ലെങ്കിൽ കടുക് പരിപ്പ് ചേർക്കും. അപ്പോൾ നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി നമുക്ക്, ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഇട്ടതും അത് മൂക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവയുടെ യഥാർത്ഥ ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ടതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോരി മാറ്റണം. നമ്മളൊന്നിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയല്ലേ, അപ്പോൾ നമ്മൾക്ക് അതും കോരി മാറ്റാം. ഇത് നമ്മൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് പൊടിച്ച് വെക്കണം. 2 സെപ്പറേറ്റ് പൊടിച്ചിട്ട് ഒരുമിച്ചാക്കാം. പക്ഷെ രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ച് അവിടെ നമുക്ക് മാറ്റി വെക്കണം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഇരുമ്പാമ്പുളി നമ്മൾ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കാരണം നമ്മളിത് ഇപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ എടുത്ത് വയ്ക്കൊന്നുമില്ല. ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് നമ്മുടെ ഈ ഇരുമ്പാമ്പുളി അച്ചാർ. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഈ ഉണക്കാതെയോ ഒക്കെ ഈ പച്ചതിൽ നിറയെ നീരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും, പുറത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ നമുക്ക് ആ വെള്ളം പൂർണ്ണമായിട്ട് വറ്റണ്ട, എന്നാലും നമ്മൾ ചേർത്തിട്ടുള്ള ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ നിറം മാറി ഒന്ന് ചെറുതായിട്ട് വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ പൊന്തി വരും. അതായത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരില്ല, എന്നാലും ഇങ്ങനെ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് വരെ നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ എണ്ണയോട് കൂടിയിട്ട് നമ്മൾ കോരി മാറ്റാം. പിന്നെ നമ്മളൊരു 50 ml ഒഴിച്ചു കൊടുക്കുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക വീണ്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 150 ml ആണ്. ഇനി അതിൽ കുറച്ച് കൂടുതൽ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് എണ്ണയിൽ വ്യത്യാസം വരും. ഞാൻ ഇപ്പോൾ ഇരുമ്പാമ്പുളി അളന്നിട്ടൊന്നര എടുത്തിരിക്കുന്നത്, കുറച്ച് ഇരുമ്പാമ്പുളി അങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ കടുക് പരിപ്പ് ചേർക്കാം, അത് വേണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാൻ ഇപ്പോൾ കടുക് പൊട്ടിക്കുകയാണ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ചേർത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കേട്ടോ കടുക് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ ആ ഒരു പച്ചമണം നമ്മുടെ ഇതിൽ വരും. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടാവുമ്പോഴാണ് ആ എണ്ണയുടെ ഒരു മണമുണ്ട്, നമുക്കത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കടുകും വേപ്പിലേക്ക് ഇടാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത്, ഇത് 100 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ 100 ഗ്രാം ഇഞ്ചിയുണ്ട്, ഒരു 10 പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എണ്ണയിലേക്ക് ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ എന്നാലും എണ്ണയിലൊന്നിങ്ങനെ ചെറുതായിട്ട് വറുത്ത് ആ കളർ ഇങ്ങനെ മാറി തുടങ്ങണ പാകം വരെ, അതായത് ഇതിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ അംശം പോകണം, അതുവരെ നമ്മളൊന്ന്, പക്ഷെ നന്നായി വറുത്ത് വരെയും വേണ്ട. ഇതൊക്കെ നമുക്ക് ആ അച്ചാറിൻ്റെ ഒപ്പം ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേസ്റ്റായിട്ട് ചേർക്കരുത്, അതായത് മുഴുവൻ അരച്ചിട്ട് ചേർക്കരുത്. അത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലുള്ള അച്ചാറായിട്ട് ഉണ്ടാക്കാം, പക്ഷെ നിങ്ങൾ ഇതിന് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്നിങ്ങനെ മാറി വന്നിട്ടുണ്ട്, പക്ഷെ നല്ല ബ്രൗൺ ആയിട്ടില്ല. ആ സമയത്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല നിറം കിട്ടും, എരിവ് കുറവായിരിക്കും, അച്ചാറിന് നല്ല കൊഴുപ്പും
കിട്ടും. ഏകദേശം 3/4 കപ്പ് കാശ്മീരി ചില്ലി ആണെങ്കിൽ കേട്ടോ. സാധാരണ മുളക് പൊടി ആണെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്തിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാണ് നമ്മുടെ ഈ അച്ചാറിന്. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടി വഴറ്റുമ്പോൾ ഇതിൽ എണ്ണ കുറവാണെന്ന് തോന്നും. പക്ഷെ തോന്നിയാലും ഒഴിക്കരുത്. കാരണം നമ്മൾ ഇരുമ്പാമ്പുളിയിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ചേർക്കുമല്ലോ, അപ്പോൾ ശരിയാവും. പക്ഷെ നമ്മളിത് ഇളക്കി ഈ പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പൊടികൾ പെട്ടെന്ന് മൂക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണ കുറവ് പ്രശ്നമില്ല. അപ്പോൾ നമ്മളതിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ചിലർ അച്ചാർ പൊടിയൊക്കെ ചേർക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ റെസിപ്പിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ അച്ചാർ പൊടി ചേർക്കുമ്പോൾ അവരുടേതായ ഇൻഗ്രീഡിയൻസ് ആണല്ലോ ചേർക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കായവും ഉലുവയും, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു അച്ച് ശർക്കര, ചെറിയ അച്ചാർ ശർക്കരയും കൂടി ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പാമ്പുളിക്ക് നല്ല പുളിയായിരിക്കും. അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. മധുരം കൂടരുത് കേട്ടോ. ചെറിയ അച്ചാണെങ്കിൽ ഒരെണ്ണം, വലിയ അച്ചും കിട്ടും. അതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. നമ്മൾ കുറച്ച് മധുരം ഒന്ന് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ വിനീഗർ ഒന്ന് കേടാവാതിരിക്കാനാണ് നമ്മൾ വിനീഗർ ചേർക്കുന്നത്. അപ്പോൾ അതും ഒരുപാട് ചേർക്കരുത്. കാരണം ഇരുമ്പാമ്പുളിക്ക് നല്ല പുളിയുണ്ട്. 2 ടേബിൾ സ്പൂൺ വിനീഗർ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ 2 ലൈം ജ്യൂസ് 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതും വിനീഗർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്തായാലും അത് 2 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്ക് നമ്മൾ ഏകദേശം വറുത്ത് വെച്ചിരിക്കുന്ന, ശരിയായ രീതിയിലല്ല എന്നാലും ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പാമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് മുകളിലേക്ക് വരണം. ആ ഭാഗം വരെ നമ്മൾ ഇളക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പ് നിറച്ചും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിൽ എണ്ണ തെളിഞ്ഞ് വരണമെന്ന് പറഞ്ഞത്, എന്നാൽ മാത്രമേ ഈ അച്ചാർ കേടാവാതിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ ആ എണ്ണ മാറ്റി കളയണമെങ്കിലും എണ്ണ തെളിഞ്ഞ് വരണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ എണ്ണ നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ ഒപ്പം ഇങ്ങനെ മിക്സായി പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ പാകമായിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം, നമുക്കിങ്ങനെ എണ്ണ ഇങ്ങനെ ഇടയിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ പാകം വരെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാകമായിട്ടുണ്ട്. അതുവരെ നമ്മൾ ഇളക്കണം. എന്നിട്ട് നമ്മളത് അവിടെ അങ്ങനെ വെക്കുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യത്തേതിൽ കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഊറി വരുമ്പോൾ നമുക്കതിങ്ങനെ മാറ്റി എടുക്കാം. അങ്ങനെ ഫുൾ എണ്ണയും നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നാൾ ഇത് വെക്കണം, അതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ എണ്ണ കളയരുത്. അതേപോലെ തന്നെ കുപ്പിയിലേക്ക് ആക്കുക. അത് കുപ്പിയുടെ മുകളിലേക്ക് വരും. പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്കത് ഊറ്റി മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറൊരു പ്രിസർവേറ്റീവിൻ്റെയും ആവശ്യം ഇല്ല. അപ്പം എല്ലാവരും നമ്മുടെ ഈ സ്പെഷ്യൽ ടേസ്റ്റി അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. വളരെ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇരുമ്പാമ്പുളിയുടെ സീസണാണ്. എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഇരുമ്പാമ്പുളി ഉണ്ടാവും. അപ്പോൾ ഇഷ്ടം പോലെ അച്ചാർ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.